പൈമ്പാലേ ഈ കുറുമ്പന് വേണ്ടു ഒരു ഉറക്കം വരുന്നില്ലയോ? ഉറക്കം വരുന്നില്ലയോ? വേണ്ട, ഇപ്പൊ ചാച്ചിച്ചി വരും. ചാച്ചിച്ചി വരുമ്പോ ബിക്കറ്റ് കൊണ്ടുവരും, മുട്ടായി കൊണ്ടുവരും, പാല് കൊണ്ടുവരും. ഇതെല്ലാം എങ്ങനെയാ തിന്നുന്നതെന്ന് അമ്മച്ചി മോനെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നാളെ ഗുരുവായൂർ അമ്പലത്തിലെ ചോറൂണ് കഴിഞ്ഞിട്ട് ഇതെല്ലാം മോനും കഴിക്കാൻ തരാം കേട്ടോ. പിന്നെ എന്തോ അയ്യോ ഉറങ്ങല്ലേ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. വടക്കയിലെ സർലയുടെ മൂത്ത മോളില്ലയോ, ഒരു ബംഗാളിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്റെ അമ്മേ, ഇതറിഞ്ഞ് ഞാൻ ആരോട് പറയുമെന്ന് വിഷമിച്ചിരിക്കുവായിരുന്നു. ഇതാകുമ്പം ഞാൻ പറഞ്ഞെന്ന് വായി, മോൻ ചെന്ന് ആരോടും പറയത്തുമില്ല. ചാച്ചിച്ച് വന്നു. 25ാമത്തെ തവണയാ ഇവിടെ ഈ ബാഹുബലി സിനിമ ഓടുന്നത്. ബാഹുബലി സിനിമയോ? അല്ലൊരു ഫീമെയിൽ കാലകാരന്റെ ഒച്ച കേട്ടത്. ഞാൻ കുഞ്ഞിനെ കൊഞ്ചിച്ചതാ. കുഞ്ഞിനെ കൊഞ്ചത്? അയ്യോ, ഇലഞ്ഞിത്തര വേണം. ഇലഞ്ഞിത്തറ മേളമൊന്നുമല്ല, ഞാൻ കുഞ്ഞിനെ കളിപ്പിച്ചത്. ഇതേടി എന്റെ അതേ മോശം. ആര് പറഞ്ഞു? എന്റെ അമ്മയുടെ അതേ മോഹഷേപ്പാ കുഞ്ഞിന്. എന്റെ അമ്മായിയമ്മേ, എടി കാർത്തിയായനിയേ, കെട്ടിയ ഭാസ്കരൻ എന്തേടി? തൊണ്ണൂറുപ്പന്റെ പണിക്ക് പോകണ്ടായി. നിന്റെ വായന മുറുക്കാനാണ് ഈ കിടക്കുന്നത്. കുഞ്ഞ് 6 മാസമായുള്ളൂ. 8 പ്രാവശ്യം നിങ്ങളുടെ ചൂണ്ടിപ്പോ ഉടക്കുന്നത്. അല്ല എന്താ? ഉറങ്ങുവാ, ഞങ്ങളുടെ ലിപ്പ് പിടിച്ച് ചിരിക്കണേ. നോട്ടമില്ലേ ബസ്സിന്? ഇന്ന് ബസ്സിന് ഓട്ടമൊന്നും ഇല്ലായിരുന്നു. എന്താ? കളക്ഷൻ കുറവായിരുന്നു. എന്ത് പറ്റി? കോളേജ് അവധിയല്ലായിരുന്നു. ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ കണ്ടക്ടറിന്റെ പണി മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് പോകാണോ? 10-25 കൊല്ലമായിട്ട് കണ്ടക്ടറായിട്ട് ജോലി ചെയ്ത് ഞാൻ വേറെ പണിക്ക് പോകാൻ പറ്റുമോടി? ഇത്രയും കൂട്ടി ഇല്ല, പറ്റത്തില്ല. എന്താണെന്നറിയോ? അതാകുമ്പോ പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് ഇങ്ങനെ മുട്ടി വരുമ്പോ പറ്റത്തില്ലല്ലോ. ആവശ്യമില്ലാത്ത വർത്താനം പറയല്ലേ കേട്ടോ. ഒരു കണ്ടക്ടർ ആകുമ്പോ പെണ്ണുങ്ങളെ മുട്ടും ആണുങ്ങളെ മുട്ടും ഒക്കെ ചെയ്യും. പെമ്പിള്ളാർ കയറും, പൈസ ആരും ടിക്കറ്റ് ഞാൻ കൊടുക്കും, അത്രയുള്ള സംഭവം. ആന്ന്, പണ്ടൊരു ടിക്കറ്റ് എടുത്തിട്ട് ബാലൻസ് ആ തൊട്ടി കിടന്ന് ആടുന്നു. എന്നിട്ട് കുഞ്ഞിട്ടേക്കുന്ന പേര് പിന്നെ തരാവുന്നു. ഞാൻ പറയത്തില്ല എന്റെ കുഞ്ഞിന്റെ പേര് പിന്നെ തരാവുന്ന. കോളേജിൽ പോയപ്പോ ലൈൻ അടിക്കാൻ നടന്നോളെ. നമ്മുടെ കുഞ്ഞിന്റെ പേര് പിന്നെ തരാന്നല്ല, PN താര. എടി പുതുപ്പറമ്പിൽ നവീന്റെ മകൾ PN താര എന്നാണ്. ബസ്സിന് ഇറങ്ങത്തേ ഇല്ല. റീടെസ്റ്റിന് വണ്ടി പണിക്ക് കയറ്റിപ്പോ ഇവളെ സീറ്റ് അടിച്ചെടുക്കുവായിരുന്നു. കുഞ്ഞിറങ്ങിയോടി? കുഞ്ഞിറങ്ങിയ പൊക്കോണേ. എന്താ വഴക്ക് പറയും? എന്തിന്? 3-4 വർഷം കഴിയട്ടെ. എന്ത്? എടാ ഇവിടെ വാങ്ങുള്ളല്ലോ, അതല്ലേ പറഞ്ഞേ. ഞാൻ ഇറങ്ങിയില്ലേ, ഇത് ഇട്ട് നോക്കിയെന്ന്. ഈ മനുഷ്യന്റെ ഓരോ പുതുമീന് ഞാൻ ഇതിട്ട് കാണണേ. എനിക്ക് നീ ഇട്ട് കാണാനല്ല, കുഞ്ഞിനെ ഇട്ട് കാണിക്കണം. എനിക്കൊന്നും മേടിച്ചില്ലയോ? നിനക്ക് സെറ്റ് സാരി വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് തെറ്റിദ്ധാരണ. ഞാൻ വരുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ചുരിദാറോ ടോപ്പോ ജീൻസോ വല്ലതും മതിയെന്ന്. അതാണ് ഞാൻ പറയുന്നത്. നീ പറഞ്ഞത് തെറ്റി. ഞാൻ സാരി വാങ്ങിച്ചെന്നാ പറഞ്ഞേ. പിന്നെ ഞാൻ കാര്യം പറഞ്ഞേക്കാം. കുഞ്ഞിൽ നാളെ ഗുരുവായൂർ വെച്ചാൽ ചോറ് കൊടുക്കുന്നതെന്ന് ആരോടും പറയില്ല കേട്ടോ. പറഞ്ഞാലെന്താ? എനിക്ക് പോയി അവർക്കെല്ലാം ചോറ് കൊടുക്കാനൊക്കെ ഉണ്ട്. വരുന്നവരൊക്കെ ചോറൂണ് ചെറുപ്പത്തിൽ കഴിഞ്ഞതാ. നവി ഊട്ടണ്ട. അതല്ലെന്ന്, എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഹോട്ടലിൽ നിന്ന് ചോറ് വാങ്ങിച്ചു കൊടുക്കാൻ എന്റെ പൈസ ഇല്ലെന്ന്, അതുകൊണ്ടാ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. പാലുകാരന് തീർത്ത് പൈസ കൊടുത്തില്ലെങ്കിൽ പത്രം ഇടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തു അങ്ങനെ? ഇതാകുമ്പോ 2 മാറ്റം ഒറ്റ ഡയലോഗ് അങ്ങ് തീരുവല്ലോ. നാളെ ഗുരുവായൂർ പോവാൻ. ആ പടം നിങ്ങൾ നീങ്ങിനാണ്. ഇത് പാലുകാരന്, ഇത് പത്രക്കാരന്. എന്തുവാ കാണിക്കുമാ ഇത്? ഞാൻ കണ്ടക്ടർ അല്ലേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഭയങ്കര ബുദ്ധി. പിന്നെ നവി, നാളെ അച്ഛനും അമ്മയും ഗുരുവായൂർ വരുമ്പോ ആദ്യം ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഇവിടുന്ന് പോയി. ഇത് ഇവിടുന്ന് ആകുമ്പോ വണ്ടി ഉണ്ടല്ലോ. അയ്യോ, ഇത് നമ്മുടെ വീട്, അതല്ല വൈറ്റിലെ ഹബ്ബല്ല. നിന്റെ അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് ഗുരുവായൂരോട്ട് വരാൻ വേണ്ടി നിന്റെ അച്ഛനും അമ്മയോട് ഗുരുവായൂരോട്ട് വന്നാൽ മതി. എന്റെ അച്ഛനും അമ്മ ഇത്രയും ദൂരം നടന്നല്ലോ ഗുരുവായൂരം. നടന്നോ? അതെന്തോ പറ്റി? അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ചായയും കുടിക്കും, വീടിയും വരയ്ക്കും, അതുകൊണ്ടാ പറഞ്ഞു. നവിക്ക് തരട്ടെ? അയ്യോ തരല്ലേ. എന്തുവാ നാവിക്ക് തരട്ടെ എന്ന് പറഞ്ഞു? നാവിക്ക് തരട്ടെന്നല്ല, നവിക്ക് തരട്ടെ, ചോറ് തരട്ടെ എന്ന്. അയ്യോ, നവീൻ എന്നുള്ളൊരു പേര് ചുരുക്കപ്പേര് വിളിച്ചാ പേടിച്ചു പോയി. എനിക്ക് ചോറൊന്നും വേണ്ട. തുണി അലക്കാൻ പോവാ. കുഞ്ഞുണര് വന്ന് എന്നെ വിളിച്ചേക്കണം. ഗുരുവായൂരമ്പല നടയിൽ നാളെ രാവിലെ ഞാൻ പോകും. അയ്യോ, രാജപ്പനമ്മാവൻ വരുന്നു. ഇയാളെന്തിനാണ് ഇങ്ങോട്ട് കയറി വരുന്നത്? ഇയാൾ വന്നു എന്നെ. ആ, നിനക്ക് മനസ്സിലായില്ലയോ? മനസ്സിലായി. ഞാൻ അവിടുത്തെ കുറെ നാളായില്ലയോ കണ്ടിട്ട്, മറന്നുപോയി കാണുമെന്ന്. ഇവിടെ ആണോടാ നീ താമസിക്കുന്നേ? കടലേക്ക് താമസിക്കാൻ ഞാൻ എന്താ വിക്രമാദിത്യന്റെ വേതാളാവോ?
ഞാൻ വന്ന് കേറാഞ്ഞിരുന്നല്ലോടാ വേതാളമേ എന്നെ ആക്രമിക്കാനായിട്ട്. ആ നല്ല സ്ഥലം, നല്ല ക്ലമന്റാ. ക്ലമന്റോ? ആ ക്ലൈമാക്സാ. വന്നപ്പോഴേ അടുത്ത് നിൽപ്പ് വന്നു. അല്ല മറ്റേ നല്ല ക്ലൈമറ്റ്. ജനുവരി മാസമല്ലേ, അതല്ലേ മാവ? ആ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാമായിരുന്നു മാവ? ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാ വന്ന്. ആന്തരം ഗൂഗിൾ മാപ്പ് നോക്കിയത് അവിടെ നാലിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയത്തില്ല എന്റെ. എടാ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോഴേ ആ പെങ്കൊച്ചിന്റെ സൗണ്ട് കേട്ടോണ്ട് വരെ എന്തോ സുഖമാണെന്നറിയാമോ. കുറെ നേരം ഞാൻ വഴി തെറ്റിച്ചു നിന്ന് കേട്ട് സുഖിക്കാനായിട്ട്. ഞാനേ അമ്മയെ കൂടെ കൊണ്ടുവരണമെന്ന് വിചാരിച്ച, പക്ഷെ അവക്ക് തണുപ്പ് പിടിക്കത്തില്ല. എന്നാ ഒരു ചൂട് കമ്പി വലിപ്പിച്ച് അമ്മയുടെ കൈ കൊടുക്കാം, അത് പിടിച്ചോണ്ടിരിക്കട്ടെ. ഇപ്പൊ മണ്ണറിഞ്ഞ് അടിച്ചടിച്ച് താക്കുവാണല്ലോ. ആ അമ്മ ഇന്ത്യ മാവാ. അമ്മായി അവള് വീട്ടിലുണ്ട്. വീട്ടിലുണ്ടോ? എന്തോ സുഖിച്ചില്ല, ഞാൻ പറഞ്ഞു പറഞ്ഞോടാ. അതല്ലേ ചോദിച്ചാ, അമ്മയെ കണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. ആ അമ്മയൊക്കെ വരും. പിന്നെ ഈ വഴിക്കോട്ടൊക്കെ എന്താ ഉമ്മ ഇവിടെ ഇരിക്കാൻ സോഫ സെറ്റ് ഒന്നും ഇല്ലയോടോ? ശോഭാ സിറ്റി അങ്ങ് തൃശ്ശൂരല്ലയോ? സോഫ സെറ്റിയുടെ കാര്യമാണോ പറഞ്ഞത്? ഇരിക്കാനായിട്ട് സോഫ സെറ്റി ഒന്നും ഇല്ലയോന്ന്? ഞങ്ങൾ പാമ്പ് പിടിച്ചല്ലേ അമ്മ, കസറയിൽ ഇരിക്കാമാ. അയ്യോ കസര ഇരിക്കാൻ പറ്റത്തില്ല. എന്താ? തേച്ച് വടി പോലാക്കി എന്റെ പാന്റ് ഒടിയും. അയ്യോ, അപ്പൊ പിന്നെ വീട്ടിൽ ചെന്ന് ഊരി വെക്കത്തില്ലയോ? ഇല്ല, ഊരി ഭിത്തിയെ ചാരി വെക്കും ഞാൻ. എന്താടാ നിനക്ക്? ഒരു കാര്യം പറയാം. പിന്നെ ഇന്നെന്താണ് വിശേഷമൊക്കെ? കാര്യം ശരിയൊന്നുമില്ല, കുറെ നാളായില്ലയോ നിങ്ങളെയൊക്കെ ഒന്ന് കാണണം. സഹകരണമൊന്നും ഇല്ലായിരിക്കുമല്ലായിരുന്നോ? അമ്മാൻ അതാ ഞാൻ പറയാൻ വരുന്നത്. എന്റെ കല്യാണം കഴിഞ്ഞു, എന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു, എന്റെ അനിയന്റെ കല്യാണം കഴിഞ്ഞു. അമ്മയൊക്കെ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ച അമ്മ പണ്ട് വയ്ക്കാണ്ട് പോയില്ലേ അമ്മോനെ? എടാ നമ്മുടെ തറവാട്ടിൽ ആർക്കെങ്കിലും സർക്കാർ ഉദ്യോഗം ഉണ്ടോ? നമ്മുടെ തറവാട്ടിൽ ആകെയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ. 23-ാമത്തെ വയസ്സിൽ KSEB കയറിയതാ ഞാൻ. അന്നേരം എനിക്ക് ഭയങ്കര ഗമയായി. പിന്നെ ഈ ഗമയുള്ള ഞാൻ നിന്നെ പോലുള്ള പാവം പിടിച്ചോണ്ട് ഇതിന് വരാൻ പറ്റുമോ? വരണമെന്ന് വിചാരിച്ച, പക്ഷെ എന്റെ ഗമ സമ്മതിച്ചില്ല. സ്വന്തം പറഞ്ഞ സ്വഭാവം പറഞ്ഞിരിക്കുന്ന അമ്മാനെ കെട്ടില്ലേ? എന്താന്ന്? അല്ല അമ്മാനെ നല്ല സ്വഭാവം പറഞ്ഞത്. പിന്നെ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലയോ? കല്യാണം കഴിഞ്ഞു. എവിടുന്നാടാ പെണ്ണ്? ശാസ്താംകോട്ടേന്ന്. ആ മൂത്താണോ ഇളയതാന്നു? ഞാൻ കുലുക്കി നോക്കിട്ടല്ല കൊണ്ടുവന്നത്. ഞാൻ തരുവാ. പിന്നെ സെറ്റപ്പ് ഒക്കെ ഉള്ള വീട്ടിലെ കൊച്ചാണോടോ? കുഴപ്പമില്ല, നമ്മളെ പോലൊക്കെ സാധാരണ ആൾക്കാരൊക്കെ തന്നെ. അവിടെ അച്ഛൻ എന്തേലും ഉണ്ടോ? അമ്മാവനുള്ളത് പോലെ എല്ലാം ഉണ്ട്. സർക്കാർ ജോലി. ആഹാ അത് ശരി. ഞാൻ വന്നിട്ട് 10-15 മിനിറ്റ് ആയി. അവള് തോണ്ടാ ഭിത്തിയെ ചാരി എന്നെ നോക്കി നിൽക്കും. ഇങ്ങോട്ടൊന്നും വരത്തില്ലോടാ, അത്രയും ഗമയാന്ന് നമുക്ക്. അത് അവളല്ല. പിന്നെ ഇവിടെ തറ കിടക്കുന്ന മോപ്പ് കഴുകിട്ട് ഭിത്തിയെ ചാരി വെച്ചേക്കുവാ. അതെങ്ങനെ ചീനിക്കമ്പെ താരി ഇട്ടാൽ അവിടെ നിന്ന് മാറാത്ത കക്ഷിയായിരിക്കുന്നത്. ഏ അവളെ ഇങ്ങോട്ട് വിളി. കുട്ടിയെ, ഓ ഇതാരാ വന്നേക്കുന്ന നോക്കിയത്? ഇത് ഇത് ഞാൻ പിന്നെ പറയത്തില്ലേ, ഇവളെന്താ കാണിക്കോടാ പറയുന്നത്? നാണക്കാരിയാ, ഭയങ്കര നാണക്കാരിയാ. ആണോ? 28-ാമത്തെ ലോക്കേറ്റാ തിന്ന് തീർക്കുന്നത്. വിദ്യാഭ്യാസമൊക്കെ ഉണ്ടോടി നിനക്ക്? കേട്ടെ, അതെവിടാ ശബ്ദം കേട്ടെ? അവള് പറഞ്ഞു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇതിന്റെ താഴ ശബ്ദം ഇവിടെ ഞാൻ കേൾക്കുന്നത്. അമ്മാവ് നിൽക്കുന്നത് ഞാൻ നോക്കത്തില്ല, വിടരുത്. അമ്മാവ് പഠിത്തമുണ്ട്. എന്താ പഠിച്ചതാ? M.Com. അതാ ചോദിച്ചാ എന്തോന്ന്? M.Com എന്ന്. അങ്ങനെ ഇതൊന്നും കേട്ടിട്ടില്ല. ഓ കേട്ടിട്ടില്ല. നീ എന്താ വരെ പഠിച്ചാടാ? 10ാം ക്ലാസ് വരെ പഠിച്ച്. പാസ്സായിരുന്നു? ഇല്ല, ഫിസിക്കിന് പോയി. ഏത് സ്കൂളിലാടാ ഫിസിക്സ് ഒരു സിലബസ് ആയിട്ട്? ഫിസിക്സ്. നീ ജോലിക്കൊന്നും പോകുന്നില്ലോടി? എങ്ങനെ ഇതുപോലെ ആരെങ്കിലും വരുമ്പോ മണ്ടത്തരം പറയുമ്പോ തർജ്ജമ ചെയ്യാൻ ഞാൻ വേണ്ട. പിന്നെ ഞാന് ഇപ്പൊ ഈ സമയമില്ലാത്ത സമയത്ത് എനിക്ക് സമയമില്ല. എനിക്ക് ഇവിടെ എന്റെ കൂടെ ജോലി ചെയ്ത ഒരാളുണ്ട്, അയാൾക്കൂടെ ഒന്ന് കാണണം. ഇവിടെ അടുത്താണോ? ആ ഇവിടെ അടുത്താ. ആ പുള്ളിക്കാരനെ ചിലപ്പോ എനിക്ക് അറിയാം. നിനക്കറിയായിരിക്കും, 1 മിസ്റ്റർ പ്രഭാകരൻ. അല്ല, എനിക്കറിയാൻ വഴിയില്ല. അവനൊരു ചേട്ടനുണ്ട്. 1.5 മീറ്റർ ഗോപാലനാണ്. 1.5 മീറ്ററോ? അല്ല, 1 മീറ്റർ. 1 മീറ്റർ എന്നല്ല, 1 മീറ്റർ റെസ്പെക്റ്റോടെ പറഞ്ഞു അടുത്തോണ്ട് കയറണം. പിന്നെ അമ്മാവനൊരു പ്രത്യേകത ഉണ്ട്, അറിയാം? എനിക്കറിയാം. എഴുതുമ്പോ 2 മാ ഇങ്ങനെ പിടഞ്ഞു കിടക്കുന്നില്ലേ അമ്മാവൻ? അതല്ലെന്ന്. കൂടംകുളം പദ്ധതി എന്ന് കേട്ടിട്ടുണ്ടോ? കൂടംകുളം പദ്ധതി തുടങ്ങുന്ന സമയത്ത് അമ്മാനാട് കൂടിയാണ് എന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഇപ്പൊ എന്താ അമ്മ പിന്നെ അതിനെപ്പറ്റി എന്തോന്നും അറിഞ്ഞില്ലല്ലോ അമ്മ? ഇല്ലടാ, പകുതിയായപ്പോ എന്നെ അതിനകത്തൊന്ന് മാറ്റിയില്ലേ? അതെന്താ? ഞാൻ കൂടി അത് കുളമാവെന്നും പറഞ്ഞു. എങ്ങനെ കുളമാകാതിരിക്കും? പുഴുങ്ങിയ മുട്ടയെന്ന് പറഞ്ഞ് വെളുത്ത സീറോ ബൾബ് എടുത്ത് വിഴുങ്ങിയ വിരുദ്ധനായി നിൽക്കുന്നത്. എന്നിട്ട് മെഡിക്കൽ കോളേജ് ഒന്ന് വയറ് കീറിയപ്പോഴേ ബൾബിന്റെ കൂടെ ഒരു സ്പാനറ്, ഒരു പ്ലെയർ, ഇതൊക്കെ എന്തിനാ അമ്മ എടുത്ത് വിഴുങ്ങിയത്? അത് ഇടുക്കിന്ന് സ്ഥലം മാറിപ്പോയപ്പോഴേ ടൂൾസ് ഇടാൻ ബാഗ് സ്ഥലമില്ലായിരുന്നു, അതുകൊണ്ട് വിഴുങ്ങിയതാ. അമ്മ നേരത്തെ എവിടെ ആയിരുന്നു? ഞാൻ 2018 കക്കി. അത് കഴിഞ്ഞ് വാ കഴിയായിരുന്നു. 2018 കക്കി എന്ന് പറഞ്ഞു. കക്കി ഡാമിലെ പവർ ഹൗസിന്റെ ഓപ്പറേറ്റർ ആയിരുന്നു നീ. പിന്നെ എന്തോ നോക്കുന്നേ? അല്ല, ഇടുക്കി ഡാം അങ്ങനെ വിഴുങ്ങിയ നോക്കിയതായിരുന്നു. സ്റ്റോക്ക് ബൈക്ക് കുറുക്കിരുന്നുണ്ട്, അല്ലെ അതും ഞാൻ വിഴുങ്ങിയേനെ. ഞാന് എന്റെ സപ്താഹമാണ്. ഇതേത് അമ്പലത്തിലെ വിഗ്രഹമാണ് വന്നിരിക്കുന്നത്? അല്ല, മറ്റേ 70 വയസ്സാകുമ്പോ ഉള്ളേ ചപ്പതി. എന്തുവാ ചത്തടി? ചത്തടിന്നല്ല, സപ്തതിയാണ്. മാർച്ച് 7-ാം തീയതി. എന്നാ മാർച്ച് 7-ാം തീയതി. പിന്നെ അത് കഴിഞ്ഞ് വലിയൊരു ആഘോഷം വരുന്നുണ്ട്. എന്താ? 90-ാം വയസ്സിൽ എന്തായിരുന്നു എന്റെ നവതി. അത് കഴിഞ്ഞ് നമുക്ക് ഒരാഴ്ച അവധി. അങ്ങനെ പോവല്ലേ ആ വഴിക്ക്? ഒരൊറ്റ അടി തന്നാ ഇപ്പൊ അവധി നീ എടുക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ അങ്ങ് വരണം, അത് പറയാനെ കൊണ്ടാ ഞാൻ വിളിച്ചത് കേട്ടോ. പോവാന്നോ? പിന്നെ കുഞ്ഞിനെ കാണുന്നില്ലേ? പറഞ്ഞോല്ലേ, നിനക്ക് കുഞ്ഞിന്റെ കാര്യം ഞാൻ മറന്നുപോയടാ. ഉറക്കവാ.
ആരുടെ ഷേപ്പാന്ന് മനസ്സിലായോ? ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഫ്രണ്ട് വശം. എന്റെ മുഖത്തിന്റെ അല്ല, കൊച്ചിന്റെ ആരുടെ ഷേപ്പാന്ന് തോന്നിയോ? എന്റെ അമ്മയുടെ ആണോ? എന്തോടെ പേര്? TN താര. അയ്യോ, കുഞ്ഞുള്ള കാര്യം അറിഞ്ഞില്ല. ഇപ്പൊ എന്തുവാ ഇവരൊക്കെ ഒന്ന് കൊടുക്കുന്ന എന്തുവാ? മതി മതി, സിബ് ഊരുന്ന ശബ്ദം കേൾപ്പിച്ചു. ഇനി പ്ലാസ്റ്റിക് പൈപ്പ് അമ്മാൻ ഇറങ്ങുക പറഞ്ഞേ. പോലെ ഇതോടാ ചോറിനിട്ട് പോകാൻ അവക്ക് ആദ്യം കൂടെ കല്ല, അവൻ നിന്റെ ചെവി കടിച്ചു കുറച്ച്. അതല്ലേ അമ്മ ചോറ് കഴിച്ചിട്ട് പോയാൽ ഇത്ര നാളായിട്ട് വരാതിരുന്നു. ചോറോ? 2 പറ്റ് മതി. ഊനൂറും പാന്നോ ഇത് 2 പറ്റി ചോറ് ചെയ്താൽ പറ്റി. ഞാനങ്ങനെ അധികം കഴിക്കാറില്ല. അതാ കഴിച്ചിട്ട് പോയാൽ വരുന്ന വഴിക്ക് ഒരു ദിൽക്കുഷ് തിന്നായിരുന്നു. ദിൽക്കുഷേ തിന്നായിരുന്നു വരുന്ന വഴിക്ക്. ഇരുന്നട്ടെ, നവിയും കൂടി ഇരിക്കും. എന്താ 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 പയ്യോ, കുറെ നാളായാലും ഇടിഞ്ഞിട്ടൊക്കെ വന്നിട്ട് അതിന് സങ്കടമാണെന്നോ? എന്റെ പ്ലേറ്റ് ഡിസൈൻ ഇല്ല, ഇവന്റെ പ്ലേറ്റ് ഡിസൈൻ. മതി 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 മതി. കറി കറി എല്ലാം ഞാൻ ഉണ്ടാക്കിയത്. എന്തേലും പോരായ്മ ഉണ്ടെ പറയണേ. മീൻ ഇറച്ചിയൊന്നും ഇല്ലോടാ? ഇല്ല, മീൻ ഇറച്ചിയൊന്നും ഇല്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാ കഴിക്കുന്നത്. ഞാൻ ഇടുക്കി നിന്ന സമയത്ത് വെടിയിറച്ചിയുണ്ട്. അവിടെ വെടിവെക്കുമ്പോ ഇറച്ചിയാന്ന്, ഇവിടെ വെടിവെക്കുമ്പോ ശബ്ദം വന്നല്ലേ. പിന്നെ എനിക്കെന്തോ ഈ നോൺ വെജ് ഇല്ലാതെ ഇറങ്ങത്തില്ല. അതാ മുട്ട വറുത്ത് മുട്ട ഓംലെറ്റ് എടുത്ത് കൊടുക്കുക. നവിയും കൂടെ ഒന്ന് പറഞ്ഞേ. ഇങ്ങനെ അല്ലെങ്കിൽ കൈ അങ്ങോട്ട് ഇടുമ്പോ ഇവിടെ വിളിക്കും. ഇവക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയത്തില്ല. അവിടുത്തെ പിള്ളേർക്ക് അറിയില്ലടാ. കഴിക്കണേ, കഴിക്കേ. ഉണ്ടാക്കി വെച്ചേക്കോ രുചിയില്ലാതെ. ഈ സൈഡിൽ കിടക്കാം, അങ്ങോട്ട് പോകുമ്പോ ഇങ്ങേ സൈഡിൽ നിറക്കാം. കുഞ്ഞെഴുന്നേറ്റ് കരയുന്നു. അമ്മാവാ സാരമില്ല, വിശന്നിട്ടായിരിക്കും, വരുവാ. ആണോ? കുഞ്ഞുങ്ങളൊക്കെ വിശന്നിരിക്കുന്ന കണ്ടാല് ഒരു കഷ്ടമെന്ന് പറയാം. സഹിക്കുവോ? കരയല്ലേ കരയല്ലേ. ഇച്ചിരി തരാം അല്ലേ, ഇച്ചിരി തരാം. കുഞ്ഞുങ്ങളൊക്കെ എന്തൊരു കഷ്ടപ്പാടെ വിശന്ന് സഹിക്കത്തില്ല എനിക്ക് കേട്ടോ. ഈ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുന്നേ. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. നിറഞ്ഞോ? ഇനിയും വേണോ? കരയല്ലേ കരയല്ലേ. കരയുന്നില്ലല്ലോ. അറിയുന്നില്ല. സാധാരണ വിശന്ന് ഇവള് പാല് കൊടുത്താലേ ഉറങ്ങത്തുള്ളൂ. ഇതെന്താ പറ്റിയെന്ന് ഉറങ്ങുന്നു കിടന്ന്. വിശപ്പ് മാറിയിട്ട് കിടന്ന് ഉറങ്ങുവാ. അതെന്താ പറ്റിയെന്നാ? ഞാൻ ചോറ് കൊടുത്തു. എന്തുവാ? ഞാൻ ചോറ് കൊടുത്തു. കുഞ്ഞിനെ ചോറ് വാരി കൊടുത്ത ചോറ് കൊടുക്കാനുള്ള കൊച്ചിന് എന്തിനാണ് ആദ്യം ചോറ് വാരി കൊടുത്തത്? പറഞ്ഞൂടെ നിങ്ങൾ അമ്മാവനാന്ന് നോക്കത്തില്ല. എന്റെ അമ്മാവനായിരുന്നു ഞാൻ അരിഞ്ഞാനിട്ടല്ല. ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നു. നേർച്ചയും വഴിപാടുമായിട്ട് ഞാൻ വെച്ചിരുന്ന കുഞ്ഞ. എന്റെ ഒരേ ഒരു ആഗ്രഹം വരുന്നു ഗുരുവായൂരമ്പലത്തിൽ കൊണ്ട് ചോറ് കൊടുക്കണം. അത്രയും പിള്ളേർ ചോറിനായിരിക്കും എന്റെ കൊച്ചു ചമ്മി ഇരിക്കുമല്ലോ. എന്തോ മേലാണോ ഇയാൾ കാണിച്ചത്? ഞാൻ ചോറ് കൊടുത്തോണ്ട് എന്തോ കുഴപ്പം? മിണ്ടിപ്പോവരുത്. കൊച്ചത്തിനും ഞാനല്ലോ ചോറ് കൊടുത്തു. ഞങ്ങളെ കൊച്ചത്തിന് ഇയാളാ ചോറ് കൊടുത്തത്. അങ്ങനെ വീട് വരെ വിറ്റ് തിന്നു. നാളെ എന്റെ അച്ഛനും അമ്മയും വരുമ്പോ ഞാൻ എന്താ പറയാ? അവരറിഞ്ഞാലുള്ള അവസ്ഥ എന്തുവാ? അതാണ് ഇപ്പൊ വിഷയം. അച്ഛനോടും അമ്മയോടും പറയാതിരുന്നാ പോരെ. ഞാനായിട്ട് പറയത്തില്ല, കൊച്ചു തീരെയും പറയത്തില്ല. തീർന്നേ. ഇയാളെ ഒരു കുന്തത്തിന് ഞാൻ വരുന്നില്ല. എടപ്പോ ബാഗ് തരത്തില്ല. എന്റെ ബാഗ് ഞാൻ ഇറങ്ങണോ? ഇറങ്ങണോ വീട്ടിൽ? പിന്നെ ഇറക്കി വിടൂല്ലേ? നിങ്ങളുടെ ഒരു പരിപാടിക്ക് ഞങ്ങൾ വരുത്തില്ല. ഇവിടെ ഇറങ്ങിക്കോ. പക്ഷെ നീയൊക്കെ പറഞ്ഞോടാ മാർച്ച് 7-ാം തീയതി എന്റെ സപ്താഹത്തിനും. എന്തിന്? അവിടെ ചോറുണ്ടാക്കുമ്പോ ഒരു തുള്ളി ചോറോ വെള്ളമോ നിനക്കൊന്നും തരത്തില്ലടാ. ഞാൻ മര്യാദയ്ക്ക് ഇവിടെ തുടങ്ങാനാ പറഞ്ഞ. ഞാൻ പോവാ. വഴി പറയടി കൊച്ചാ, നമുക്ക് പോയേക്കാം. 2 മീറ്റർ കഴിഞ്ഞാൽ അയ്യോ അയ്യോ അമ്മ മിന്നടി കണക്കായി പോയി. ഗൂഗിൾ മാപ്പ് കൊണ്ട് ഇതിനൊരു ഉപകാരം ഉണ്ടായല്ലോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.